ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് നാം ജീവിതത്തിൽ എന്തുമാത്രം വിശ്വസ്തരും സത്യസന്ധരും ആയിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കൃഷിക്കാരൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി, ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും സ്ഥാപിച്ചു. എന്നിട്ട് അത് നോക്കി നടത്തുവാനായിട്ട് കൃഷിക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിളവെടുപ്പിന്റെ കാലമായപ്പോൾ ഫലം എടുക്കുവാനായിട്ട് തൻ്റെ ദാസന്മാരെ അയക്കുന്നു. എന്നാൽ ആ കൃഷിക്കാർ തൻ്റെ ദാസന്മാരെ അടിക്കുകയും കൊല്ലുകയും കല്ലെറിയുകയും ചെയ്യുന്നു. അവസാനം തൻ്റെ പുത്രനെ മാനിക്കും എന്ന് വിശ്വസിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. എന്നാൽ പുത്രനെയും അവർ കൊന്നുകളയുകയും മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശം കൈവശപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. വളരെ വേദനയേറിയ ഒരു സംഭവമാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. ദൈവം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആദാമിനെയും ഹവ്വയും ഏദൻ തോട്ടം ഏൽപ്പിച്ചു. എന്നാൽ അവർക്ക് അതുകൊണ്ടൊന്നും തൃപ്തി വന്നില്ല. അവർക്ക് ദൈവത്തെ പോലെ ആകണം എന്ന ആഗ്രഹമാണ് അവിടെ കാണുന്നത്. എല്ലാം ദാനമായി നൽകിയിട്ടും എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടും അവിടെ ആ കൃഷിക്കാർക്ക് കൃഷിയുടമയെ പോലെ ആകണം എന്ന ആഗ്രഹവും ഉണ്ടാകുന്നു. നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥരല്ല, മറിച്ച് കാവൽക്കാർ മാത്രമാണ്. ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദാനമായി നൽകിയിട്ടുണ്ട്. ദൈവം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ദാനമായി നൽകുമ്പോൾ നാം ദൈവത്തോട് വിശ്വസ്തരും സത്യസന്ധരും ആയിരിക്കണം എന്നാണ് ഈ സുവിശേഷം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എല്ലാം വാങ്ങി തരുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ കാരണം അവർക്ക് നമ്മൾ അഭിമാനമായി മാറണം എന്നാണ്. മാതാപിതാക്കളുടെ പ്രതീക്ഷ പോലെ മക്കൾ വളർന്നു വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിലെ നല്ല കൃഷിക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിലെ വിശ്വസ്തരായ കാവൽക്കാരും നല്ല ഫലം കായ്ക്കുന്നവരും ആയിത്തീരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.